നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. നമ്മളുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സബ്സിഡി ഉൾപ്പെടെ നൽകി വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഈടില്ലാതെ, അതായത് ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഒന്നും തന്നെ നൽകാതെ നമുക്ക് വായ്പ ലഭിക്കും. അതും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ശുപാർശയോടെ തന്നെ. ഇതിൽ നമുക്ക് ബാങ്ക് വഴി തന്നെയാണ് വായ്പാ വിതരണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്, KSFE അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വഴിയും നമുക്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. നിലവിൽ വിവിധ വായ്പാ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അത് ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ്. ഏറ്റവും ആദ്യത്തേത് കിസ്റു എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതി. 21 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് കിസ്റു എന്ന് പറയുന്ന വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വയം തൊഴിൽ വായ്പയാണ്. ഈടില്ലാതെ നമുക്ക് ലഭിക്കുന്നത് 1 ലക്ഷം രൂപ വരെയാണ്. പരമാവധി ലഭിക്കുന്ന തുകയാണ് 1 ലക്ഷം രൂപ വരെ. ഇതിൽ 20% തുകയോളം സബ്സിഡി ആയിട്ട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ബാങ്കിൽ നിന്നും 1 ലക്ഷം രൂപയോളം വായ്പ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20,000 രൂപ സബ്സിഡിക്കും അർഹതയുണ്ട്. ഇത് നമ്മളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയോ അല്ലെങ്കിൽ നിലവിൽ നമുക്ക് തവണകളായിട്ട് ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങായിട്ട് മാറുകയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഒരു സ്വയം തൊഴിൽ സംബന്ധിച്ച ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മുടെ കൈവശം ഉണ്ടാകണം. അപേക്ഷാ ഫോമും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ ലഭിക്കും. അപേക്ഷകളെല്ലാം തന്നെ, ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ആയതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുണ്ടാകണം. ഇല്ലാത്തവർക്ക് തൊഴിൽ കാർഡ് എടുത്ത ശേഷം അപേക്ഷകൾ സമർപ്പിക്കുകയും ആവാം. ഇനി നമ്മുടെ വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട് എന്നിരിക്കട്ടെ. 65 വയസ്സ് വരെയുള്ളവർക്ക് നവജീവൻ എന്ന് പറയുന്ന ഒരു പുതിയ വായ്പാ പദ്ധതിക്കും സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ വായ്പാ പദ്ധതിയിലൂടെ 50,000 രൂപ വരെ സർക്കാർ സഹായമായിട്ട് നൽകുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം 12,500 രൂപയോളം സബ്സിഡി ആയിട്ട് കൂടി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വായ്പാ പദ്ധതി ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി, ചെറിയ ഒരു കട ആരംഭിച്ച് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖലയിൽ സ്ഥാപനം ആരംഭിച്ച് അതിൽ നിന്ന് വരുമാനം ആർജിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതി. ഇവിടെ APL എന്നോ BPL എന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ല. കുടുംബ വാർഷിക വരുമാനമൊക്കെ 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. അതുമാത്രമല്ല, അപേക്ഷകൾ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി സമർപ്പിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ളവർ, നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ശരണ്യ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതിയുണ്ട്. അതും APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇവിടെ പലിശരഹിത തവണ വ്യവസ്ഥയിൽ 50,000 രൂപയാണ് നമുക്ക് ലഭിക്കുക. ഈടോ മറ്റ് വസ്തുവകളോ ഒന്നും തന്നെ നമ്മൾ ഹാജരാക്കേണ്ട ആവശ്യം പോലുമില്ല. നമുക്കും ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി, അത് ഉൽപ്പാദന മേഖലയിലായിക്കോട്ടെ, വിതരണ സേവന മേഖലകളിലായിക്കോട്ടെ, തയ്യൽ യൂണിറ്റുകളുണ്ട്, മെഴുകുതിരി നിർമ്മാണ യൂണിറ്റുകളുണ്ട്, സോപ്പ് നിർമ്മാണ യൂണിറ്റുകളുണ്ട്, ചെറിയ കടകളുണ്ട്, അല്ലെങ്കിൽ മിനി കഫേകളുണ്ട്, ബേക്കറികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സംരംഭങ്ങൾക്കും സർക്കാരിൻ്റെ ഒരു സഹായം ലഭിക്കും. പലിശരഹിത തവണ വ്യവസ്ഥയിൽ ലഭിക്കുന്ന 50,000 രൂപ തുല്യ ഗഡുക്കളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും. നിലവിൽ ഏകദേശം മാസ അടവ് പോലും 500 രൂപയിൽ താഴെ ഇവിടെ വരുന്നുള്ളൂ. അത് നമ്മൾ മുൻപ് പറഞ്ഞ അർഹതാ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്നവരാണ് അപേക്ഷകൾ വെക്കേണ്ടത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നിലവിൽ ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സ്കീം 10 ലക്ഷം രൂപ വരെ ലഭിക്കും. പരമാവധി 25% തുക സബ്സിഡി ആയിട്ട് കൂടി ലഭിക്കുന്ന സ്കീമാണിത്. അപ്പോൾ ഈ പദ്ധതിയിലും യുവജനങ്ങളെയും അതോടൊപ്പം തന്നെ മുതിർന്നവരെയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായം ഈടില്ലാതെ വായ്പകൾ ലഭ്യമാക്കുന്നു. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് നടപ്പിലാക്കുന്ന പദ്ധതികളാണിവ. വിശദമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതിനോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാകും. അത് പരിശോധിച്ച് അപ്രൂവൽ നൽകിയ ശേഷമായിരിക്കും ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഇനി നമുക്ക് ബാങ്ക് വിമുഖത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായ്പ തരാൻ സന്നദ്ധതയുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും ഈ സ്കീമുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവരെ അവതരിപ്പിക്കുക. അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ സമീപിച്ചാലും മതിയാകും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്കീമുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.